അച്ഛന്റെ പിണക്കൊക്കെ തീർന്നു. അച്ഛന്റെ പിണക്കെ തീർന്നു. നിങ്ങൾ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന ചേട്ടാ? ഞാൻ രണ്ട് കണക്കൊന്നും പറിക്കാൻ വേണ്ടി വന്നു. ആ ബെസ്റ്റ്. ഇവിടെ അച്ഛൻ രാവിലെ പോയതാണ്, ഇനിയിപ്പോ വരും, എന്താവൂന്ന് അറിഞ്ഞൂടാ. ആണാ? അപ്പൊ നിങ്ങളതിനകത്ത് കയറ്റൂലേ? എന്നെയും കയറ്റൂല. ഞാൻ ഇഷ്ടപ്പെട്ടൊരു പെണ്ണെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞോണ്ട് അച്ഛൻ ഇങ്ങോട്ട് കയറ്റൂല. നമുക്കാണെങ്കിൽ പാവപ്പെട്ടൊരു പെണ്ണെ കല്യാണം കഴിച്ചാൽ മതി. അച്ഛൻ അങ്ങനെയല്ല, പണമുള്ള പെണ്ണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ചുരുക്കം പറഞ്ഞാ നിങ്ങളെ രണ്ടുപേരും പടിയടച്ച് പിണ്ടം വെച്ചു. ഒരു കല്യാണം കഴിച്ചിട്ട് എന്റെ വീട്ടിലാണെങ്കിൽ അതിനെങ്കിലും കെട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞു എവിടെ പോയിട്ട് എനിക്കൊരുന്നിനെ കിട്ടണില്ല. അറിയാമോ എന്റെ അവസ്ഥ? പിന്നെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അണ്ണാ, ഇത് ഒടിച്ചെടുക്കണോ പറിച്ചെടുക്കണോ? അത് ഒടിച്ചെടുത്താ മതി. അല്ലടാ, പറിച്ചെടുത്താ മതി. പറിച്ചെടുത്താ മതി. അവിടെ ഒടിച്ചെടുത്താ മതി. പറിച്ചെടുത്താ മതിയടാ. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും, അങ്ങോട്ട് ഓടിച്ചെടുക്കണോ പറിച്ചെടുക്കണോ ഏതെങ്കിലും ഒന്ന് പറ. നീ കയറി പറ. എടാ ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാം. ഇത് കൊന്നപ്പൂവാണ്, നീ വെറുതെ തൊഴിച്ചിവിടെ ഇടരുത്. എടുക്കുമ്പം നല്ല പിച്ചി 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 വേണം പറിക്കാൻ. പിച്ചി 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 ഈ നിക്കണ കൊന്നമരമാണ് കേട്ടോ, അല്ലാണ്ട് പിച്ചിപ്പൂവല്ല. പറയടേ അങ്ങോട്ട്. ഇത് ശരിക്കും അച്ഛനാണോ ചേട്ടനാണോ? അയ്യോ അയ്യടാ, എന്റെ പറമ്പ് കാലുകുത്ത നിങ്ങൾക്ക് എങ്ങനെയാണോ മക്കളെ ധൈര്യം വന്നത്? എനിക്കിഷ്ടമില്ലാത്ത ഒരാൾ എന്റെ പറമ്പക്കാരന് എനിക്ക് ഇഷ്ടമല്ല. എന്റെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാത്ത ഒരാളും ഈ പറമ്പക്കാരന് എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായില്ലേ? രണ്ട് കൊന്നപ്പൂ പറിക്കാൻ മതി, വലിയ അടി വെച്ചാ ഞാനാ കൊന്നപ്പൂ പറിക്കാനാ? തൊട്ടുപോകരുത്, ഇത് എനിക്ക് കണി കാണാനുള്ള സാധന. മനസ്സിലായില്ലേ? നിങ്ങളെ ബഹളം കേട്ടാത്തൊന്നും നിങ്ങൾക്ക് ഉണ്ടാവുള്ള സാധനമാണ്. ഇവിടെ നിക്ക്, ഇങ്ങ് വാ. കഴിഞ്ഞ കൊല്ലം പോലെയല്ല ഈ കൊല്ലം. കറക്റ്റ് ആണ് മാമ. കഴിഞ്ഞ കൊല്ലം പോലെയല്ല ഇപ്പോഴത്തെ കൊല്ലം. ഇപ്പൊ ബൈപ്പാസ് വന്ന്, രണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് വന്ന്, ഒരു തിയേറ്റർ വന്നു. ഒരു ചവിട്ടി ഞാൻ അവിടുന്ന. അതല്ല, കഴിഞ്ഞ കൊല്ലം എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നറിയോ? ഞാൻ ബാത്റൂമിൽ വഴുതി വീണ്, പുറത്തിറങ്ങി നടന്നപ്പോ തലയിൽ തേങ്ങ വീണ്, ഒരു പാമ്പന്നെ ഓടിച്ചിട്ട് കടിച്ച്. നിങ്ങൾ ചത്തില്ലേ? അത് മാത്രല്ല, ഞാൻ ഇല്ലാത്ത നേരത്ത് എന്റെ വീട്ടിൽ കള്ളം കയറി 25,000 രൂപയാ കൊണ്ടുപോയത്. അത്രയൊന്നുമില്ല, 23,500 അത്രേ ഉള്ളൂ. അപ്പൊ കള്ളനെയും പിടികിട്ടി. മനസ്സിലായില്ലേ? ഇതാണ് ഇവന്മാരെ ഒന്നും ഈ പറമ്പത്ത് കേറ്റാൻ ഞാൻ സമ്മതിക്കൂല. ഇതിനൊരു പരിഹാരമായിട്ട് ഈ വർഷം വിഷുവിന് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കൊന്നമരം കണി കാണണമെന്നാണ് ജോത്സ്യര് പറഞ്ഞിട്ടുള്ളത്. ജോസിനെ പാട്ട് നിർത്തിയിട്ട് ഈ പരിപാടി തുടങ്ങി. ജോത്സ്യനല്ലടാ, ജോത്സ്യര് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത് തൊടാൻ ഞാൻ സമ്മതിക്കൂല. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, രണ്ട് കൊണ്ടെങ്കിൽ പറിച്ചു തന്നാ മതി. ഒരടി വെച്ചാൽ ഞാൻ ഇതൊന്നും തൊടാൻ ഞാൻ സമ്മതിക്കൂല. എങ്ങനെ ഇത് മുഴുവനായിട്ട് എങ്ങനെ കാണണം? എനിക്കിത് ഇങ്ങനെ കണി കാണണം, ഇങ്ങനെ കണി കാണണം. എന്നാ പിന്നെ നിങ്ങൾ ഇങ്ങനെ കണ്ണു കാണിക്കണം. അതെനിക്ക് ഇഷ്ടം പോലെ കണി കാണും. ഞാൻ ചിലപ്പോ ഇങ്ങനെ കണി കാണും, അതല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കണി കാണും, അതല്ല ഞാനിത് ഇങ്ങനെ കണി കാണും. അത് എന്റെ ഇഷ്ടമാടാ, എന്റെ ഇഷ്ടം. അപ്പ നിങ്ങൾ പഴയ കണ്ടംപററി ഡാൻസിലുള്ള ആളാണ്. ഒരൊറ്റ കുത്തൂത്ത് ഞാൻ പറഞ്ഞില്ലേ? അല്ല, തലകുത്തിന്റെ കണിയാണോണ്ട് ചോദിച്ചാ. അങ്ങനെ ആരും കണിക്കൊന്നൊക്കെ നോക്കണ്ടേ, കണിക്കൊന്ന വേണത്രേ. ഇത് നടക്കൂല, ഇത് നടക്കൂല. നിങ്ങൾ എന്തുവാ ചേട്ടാ ഈ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? ഇത് ഇങ്ങനെ വിട്ടാ പറ്റൂല. ശരിയാണോ മാമ? ഇങ്ങനെ ഇട്ടിട്ട് കറക്റ്റ് ആണല്ലോ, നേരെ ഇവിടെ. ആ കാര്യമല്ല പറഞ്ഞത്. പിന്നെ അച്ഛന്റെ കാര്യം ഇങ്ങനെ വിട്ടാ പറ്റൂല. അച്ഛന്റെ കാര്യം എങ്ങനെ? അച്ഛന്റെ മോനാണെങ്കിൽ എനിക്ക് വാശിയുണ്ട്. എന്നാ പിന്നെ എനിക്ക് വാശിയില്ലേ? ഇന്ന് രാത്രി ഇതിന്ന് ഒരു കൊണ്ടെങ്കിലും പറിച്ചോണ്ടേ ഞാൻ വീട്ടിൽ പോകുള്ളൂ. ഞാനും ഇന്ന് രാത്രി ഇതിന്ന് ഒരു കൊണ്ടെങ്കിലും പറിച്ചോണ്ടേ വീട്ടിൽ പോകും. അച്ഛൻ രാത്രി 12 മണിയാകുമ്പം ഉറങ്ങും. നീ കൂടെ കാണൂലേ? അയ്യേ, നിങ്ങൾ അച്ഛനോട് കൂടെ പോയി കിടക്കണം. എനിക്ക് ആ പരിപാടി നടക്കൂല. അതല്ല, നമ്മളെ കൂടെ നീ കാണൂലേ? ചേച്ചി, ഞാൻ എന്റെ വീട്ടിൽ കിടന്നിറങ്ങണം 12 മണിക്ക്. ചേച്ചിയുടെ വീട്ടിൽ കിടന്നിറങ്ങും. പിന്നെ നമ്മൾ അങ്ങനെ ഒരുമിച്ചാണ് പോയി അവിടെ. അതല്ല പറഞ്ഞത്. നമ്മൾ 3 പേരും കൂടെ രാത്രി ഇവിടെ വരുന്നു, എന്നിട്ട് ഇതിൽ കേറുന്നു. ഈ 3 പേരും കൂടെ അള്ളിപ്പിടിച്ച് കയറി ഇത് പുഴുത് വീഴുവെന്ന്. ഒന്നുമില്ല, നമ്മൾ 3 പേരും രാത്രി വരുന്നു, എന്നിട്ട് നീ ഇതിന്റെ മണ്ടയിൽ കയറി കണക്കൊന്ന് പറിച്ച് തരുന്നു. അതങ്ങ് പറഞ്ഞാ പോരെ? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ സെറ്റ്. എന്നാ നമുക്കിപ്പോ പോവാം. രാത്രി 12 മണി. രാത്രി 12 മണി. ശരിക്കും അതുവഴിയാണോ പോണ? അതുവഴി ഉറുമ്പും കൂടാണ്. ജഗട് കളിക്കറിയാവോ? ഇല്ല. എന്റെ മക്കളായതുകൊണ്ട് എനിക്ക് ഒട്ടും വിശ്വാസമില്ല. അവരീ കൊന്നമരം വെട്ടിയെടുക്കാൻ പലതും ചെയ്യും. ഞാൻ ഇല്ലാത്ത നേരത്ത് രാത്രി ചിലപ്പോൾ അവർ വെട്ടിക്കൊണ്ടു പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വളർത്തുന്ന 4 നായകളുണ്ട്, നല്ല മിടുക്കന്മാരാ. അതിനെ അങ്ങ് തുറന്നു വിട്ടാ ഈ പ്രശ്നത്തിന് പരിഹാരമായി. എവിടെ അവന്മാര്?
ടോണി എനിക്ക് മുട്ടിലടിഞ്ഞ് ജഗടിച്ചത് കളിക്കാൻ വയ്യ. ഹായ്. എടുത്തുണ്ട് അവിടെ കാണും. അവിടെ കാണാം. വേണം ഞാനിവിടെ വരാം. ഇവിടെ നോക്കോ. ആരും ഉണ്ടാ. അവിടെ ഉണ്ട് പട്ടി. ഒരു പെണ്ണുമ്പിള്ള ജഗളി ജഗടുന്ന കളിപ്പിച്ചല്ല. അയ്യോ ചത്താ പട്ടി. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ. ഈശ്വര, ഈ വർഷത്തെ കണി അതിമനോഹരമാക്കി തരണേ. ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുതേ ഭഗവാനേ. ഈ വർഷത്തെ കണി പോയി. ഈ അന്തും കുന്തും ഇല്ലാത്തവന്റെ ചന്തിയുള്ളത് ഈ വർഷത്തെ കണി. മഹാഭാവി, ഇത്രയും ദിവസം കണി കണ്ടിട്ട് അതൊക്കെ പോയി. എങ്ങനെയുണ്ട് അച്ഛാ കണി? അതെ അച്ഛൻ ഇങ്ങനെ തന്നെ വേണം. ഒരു കണി വെക്കാൻ ഇവിടെ നിന്ന് ഒരു കണിക്കൊന്ന് തരാത്തതിന് ദൈവം തന്ന പണിയാണ്. വെറും പണിയല്ല, ഇതാണ് 8ന്റെ കണി.